നമസ്കാരം. +2 ശേഷം ഏത് കരിയർ പാത്ത് ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി കേരളത്തിലെ നമ്പർ 1 സ്റ്റഡി അബ്രോഡ് സ്ഥാപനമായ എഡ്യൂഫ്ലെയറിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം റോയ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, വെൽക്കം. താങ്ക് യു. സാർ, ഈ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പം മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ജർമ്മനിയിലുള്ള ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച്. സോ ഈ പ്രോഗ്രാമിന്റെ കുറെ അധികം ബെനിഫിറ്റുകളും അതിന്റെ ബാക്കി വശങ്ങളൊക്കെ മാർക്കറ്റിൽ, സോഷ്യൽ മീഡിയയിൽ, ഇന്റർനെറ്റിലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് +2 കഴിഞ്ഞ് കുട്ടികൾക്ക് പോയി പഠിക്കാം, ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് മന്ത് തൊട്ട് സ്റ്റൈഫൻഡ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്, ഹൈ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള പ്രോഗ്രാമാണ്. പക്ഷേ ഇതെന്താണെന്നൊരു ക്ലാരിറ്റി എനിക്കും മറ്റു പലർക്കും ഉണ്ടാവില്ല. സോ ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്താണെന്നും അതിന്റെ ഒരു ക്ലാരിറ്റി സാറിനൊന്ന് പറഞ്ഞു തരാമോ? ഈ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം നമുക്ക് വികസിത രാജ്യങ്ങളിൽ തന്നെ ഒരു സവിശേഷമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു രാജ്യമാണ് ജർമ്മനി. ആ രാജ്യത്തെ സിറ്റിസൺസിന് മാത്രമല്ല, ആ രാജ്യത്തേക്ക് ചെല്ലുന്ന അവിടുത്തെ ആളുകളല്ലാത്ത ആളുകൾക്ക് പോലും സൗജന്യമായ വിദ്യാഭ്യാസം അവർ നൽകുന്നുണ്ട്. കൂടാതെ അവരെ വിദ്യാഭ്യാസ സമ്പ്രദായം തൊഴിലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അവിടെയുള്ളത്. അതായത് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഗിൽഡ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അതായത് ഒരു വിദ്യാർത്ഥി ഏത് ഫീൽഡിലാണോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഫീൽഡിൽ അവർക്ക് പ്രായോഗിക പരിശീലനം നൽകുന്ന വിധത്തിലുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് വെക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ഒരു വിദ്യാർത്ഥി, ഉദാഹരണത്തിന് പല ട്രേഡുകളുണ്ട്, 300-ലധികം ട്രേഡുകളിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ജർമ്മനിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമുക്ക് നേഴ്സിംഗ് ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി അവിടെ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേഴ്സിംഗ് ആണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ പഠിക്കുന്നതെങ്കിൽ, അവർ തിയറി പഠിക്കുന്നതിനോടൊപ്പം പ്രായോഗികമായിട്ടുള്ള ജോലിയെടുത്ത് പ്രാക്ടിക്കൽ പരിശീലനം കൂടി അവർ നേടുന്നുണ്ട്. അതായത് വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് തന്നെ അവർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു നേഴ്സായി മാറേണ്ടതുണ്ട്. അപ്പോൾ ഒരു നേഴ്സ് എന്തെല്ലാം ജോലി ചെയ്യുന്നോ ആ കാര്യങ്ങൾ അവർ പഠനത്തോടൊപ്പം പ്രായോഗികമായി പരിശീലിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പരിശീലനത്തെ ഒരു ജോലിയായി പരിഗണിച്ച് അതിന് ശമ്പളം എന്ന നിലയ്ക്കാണ് ഈ പ്രോഗ്രാമിൽ സ്റ്റൈപ്പൻഡ് നൽകുന്നത്. സർ, അതുപോലെ ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾക്ക് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്? കാര്യം ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും വലിയ അട്രാക്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് അത് തരുന്ന റെന്യൂമറേഷനും എനിക്ക് കിട്ടാൻ പോകുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ പറഞ്ഞു കേൾക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഷ്വേർഡ് ആയിട്ട് കിട്ടുന്ന ജോലിയാണ്. സോ ഇത് എത്രത്തോളം അഷ്വേർഡ് ആണ്, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സാർ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് വികസിത രാജ്യങ്ങളിൽ പൊതുവെ എന്ത് തൊഴിലെടുക്കണമെങ്കിലും അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യണമെങ്കിലും അതിന് അവർക്ക് ലൈസൻസിങ് ആവശ്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഇപ്പോൾ പ്ലംബറായി ജോലി ചെയ്യണമെങ്കിൽ യാതൊരുവിധ ലൈസൻസിങ് ആവശ്യമില്ല. അവരെ ഏതെങ്കിലും ഒരു പ്ലംബറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ കൂടെ നിന്ന് കുറേ നാൾ ജോലി ചെയ്ത് പിന്നെ സ്വന്തമായൊരു പ്ലംബറായിട്ട് ജോലി ചെയ്യുന്നത്. വികസിത രാജ്യങ്ങളിൽ ബ്ലൂ കോളർ ജോലി ഏത് ചെയ്യണമെങ്കിലും അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ലൈസൻസിങ് ആവശ്യമാണ്. അപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾക്ക് ആ ജോലി അവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ലൈസൻസിങ് ആളുകൾക്ക് കിട്ടുന്ന പ്രോഗ്രാമാണ്. ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കുകയാട്ടെ, ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം പഠിക്കുകയാണ്, അല്ലെങ്കിൽ മെക്കട്രോണിക്സ് പഠിക്കുകയാണ്, IT ഫീൽഡിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ റീറ്റെയിൽ സെയിൽസിൽ പഠിക്കുകയാണ്. ഇതെല്ലാം ഈ കോഴ്സ് കഴിയുമ്പോൾ ആ ജോലി ചെയ്യാൻ അവർക്ക് ലൈസൻസ് കിട്ടുന്ന വിധത്തിലാണ് ഈ വിദ്യാഭ്യാസത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ രാജ്യം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ രാജ്യത്ത് ഓരോ തൊഴിൽ മേഖലയിൽ എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് പരിഗണിച്ച് അതിനനുസൃതമായിട്ടാണ് ഓരോ കോഴ്സിലേക്ക് അഡ്മിഷൻ അവർ കൊടുക്കുന്നത്. ഇപ്പം ഹൗസ് ബിൽഡിംഗ് നേഴ്സിംഗ് മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് അവർ പഠിച്ചു വരുന്ന സമയത്ത് എത്ര തൊഴിൽ അല്ലെങ്കിൽ എത്ര ജോബ് വേക്കൻസീസ് ഉണ്ടെന്ന് പരിഗണിച്ച് ആ വേക്കൻസീസ് അനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം ഇത്തരം പ്രോഗ്രാം പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്ത് അവരുടെ പഠനം കഴിഞ്ഞാൽ ഒരു ദിവസം പോലും അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം തന്നെ അവർക്ക് നേരിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. അത്രയധികം ജോബ് വേക്കൻസീസ് ഉള്ളൊരു മേഖലയിൽ അവർ വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്നത്. ഇതിനുള്ളിൽ ജോബ് ഡെഫിനറ്റ് ആയിട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അവർക്ക് പഠനത്തോടെ തുടർന്ന് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് പോലെ ജോലിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ സർ, ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി അതുമായിട്ട് മുമ്പോട്ട് പോകുന്നു, ലൈഫിൽ ജർമ്മനിയിൽ എത്തുന്നു, സെറ്റിൽ ആവുന്നു. സോ ആ ഒരു സമയത്ത് ആളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലി എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുക, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഫിനാൻഷ്യലി അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത്? ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി കുറച്ചും കൂടി വിശദീകരിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് +2 അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ഒരു വെക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്.
ഈ പ്രോഗ്രാം സാധാരണഗതിയിൽ 2.5 വർഷം മുതൽ 4 വർഷം വരെ ദൈർഘ്യമുള്ള പല ട്രേഡുകളിലുള്ള പ്രോഗ്രാമുകളുണ്ട്. നമുക്ക് പൊതുവായി പറയുകയാണെങ്കിൽ 3 വർഷത്തെ പഠന കോഴ്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ പഠനം പഠിക്കുന്ന സമയത്ത് അവർ പ്രാക്ടിക്കലായി പരിശീലിക്കുന്ന ജോലിക്ക് പ്രതിഫലം എന്ന നിലയ്ക്ക് അവർക്ക് പ്രതിമാസം ആവറേജ് 1 ലക്ഷം രൂപ, ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ 1 ലക്ഷം രൂപ അവർക്ക് പഠന സമയത്ത് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. അപ്പോൾ നമ്മൾ 36 മാസത്തെ 3 വർഷത്തെ ഒരു കോഴ്സാണെങ്കിൽ 36 മാസവും 1 ലക്ഷം രൂപ മുതൽ ഏകദേശം 1.25 ലക്ഷം രൂപ വരെ പ്രതിമാസം അവർക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ നമുക്കിപ്പോൾ ജർമ്മനിയിൽ നേരത്തെ 10 മണിക്കൂറായിരുന്നു അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത് 20 മണിക്കൂറായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ വിദ്യാർത്ഥികൾക്ക് അഡീഷണലായി ആഴ്ചയിൽ 20 മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പം ഈ സ്റ്റൈപ്പൻഡ് കൂടാതെ അവർ പാർട്ട് ടൈം ജോലി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ 20 മണിക്കൂറിൻ്റെ പ്രതിഫലവും കൂടി അവർക്ക് ലഭ്യമാവുന്നതാണ്. അപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ 17 വയസ്സാകുമ്പോഴേക്കും +2 വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി വിശദമായി പറയുമ്പോൾ ഇതിന് ജർമ്മൻ ഭാഷ പഠിക്കേണ്ടതുണ്ട്. 1 വർഷം അവർ ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി എടുത്ത് 18ാമത്തെ വയസ്സിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ചേരുന്ന ഒരു വിദ്യാർത്ഥിക്ക് പ്രതിമാസം 18ാമത്തെ വയസ്സ് മുതൽ 1 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കും. അഡീഷണൽ ആയിട്ട് അവർ ജോലി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അപ്പം ഏകദേശം 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പ്രതിമാസം 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം വഴി ലഭ്യമാവുന്നത്. അപ്പം 18 വയസ്സ് മുതൽ ഏകദേശം 3 വർഷം കണക്കാക്കുമ്പോൾ 21 വയസ്സ് വരെ ഉള്ള പഠന കാലയളവിൽ ഈ പ്രതിമാസം ഇതേ രൂപത്തിൽ അവർക്ക് വരുമാനം കിട്ടുന്നു. തുടർന്ന് ജോബ് ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് തുടർച്ചയായി ജോലിയിലേക്ക് പഠനം കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും. ജോലി എന്ന് പറയുമ്പോൾ ജർമ്മനിയിൽ നമുക്കറിയാം ഏകദേശം 2.5 ലക്ഷം രൂപയോളം പ്രതിമാസം ഇവർക്ക് ശമ്പളമായിട്ട് ലഭിക്കും. കൂടാതെ ഓവർ ടൈം ഒക്കെ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് അവിടെ ഏകദേശം 5 ലക്ഷം രൂപ വരെ പ്രതിമാസം സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ 21 വയസ്സാകുമ്പോഴേക്ക് ഏകദേശം 5 ലക്ഷം രൂപ വരെ പ്രതിമാസം സമ്പാദിക്കാനുള്ള ഒരു കഴിവിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു വിദ്യാർത്ഥിയെ ആ രാജ്യത്ത് പോയി ഈ പ്രോഗ്രാം ചെയ്യുന്നത് വഴി ആ രൂപത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ ഉയർച്ച എത്തിക്കാൻ വേണ്ടി നമുക്ക് ഈ പ്രോഗ്രാം വഴി കഴിയാൻ വേണ്ടി സാധിക്കും. സർ, അതുപോലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം, എസ്പെഷ്യലി നഴ്സിംഗ് പ്രോഗ്രാം എടുക്കുന്ന കുട്ടികൾക്ക് അവർക്കുള്ളൊരു കൺസേൺ ആണ്. ഇപ്പം നോർമലി നമ്മളുടെ നാട്ടിൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും BSc നഴ്സിംഗ് GNM എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പേരൻസിനുള്ള ഒരു മെയിൻ കൺസേൺ ആണ് ബേസിക്കലി ഇപ്പം നമ്മളുടെ ഹൗസ് ബിൽഡിംഗിൽ വരുന്ന ഒരു ഡിപ്ലോമ വെക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ആണല്ലോ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ BSc ആയിട്ട് കമ്പയർ ചെയ്യുന്നൊരു സെനാരിയോസ് ഒക്കെ വരാറുണ്ട്. സോ അത് ഇവരുടെ കരിയറിൽ ഇപ്പം കറന്റ്ലി ഇവർക്ക് കിട്ടുന്ന ഒരു ഡിപ്ലോമയാണ്. അത് ഇവരുടെ ലൈഫിന് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ബേസിക്കലി നഴ്സിംഗിൽ ഒരു ബാച്ചിലേഴ്സ് ഇല്ല എന്നത് അവരുടെ കരിയറിനെ എത്രത്തോളം അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്? അതായത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു പൊതുവെയുള്ള ഒരു ചിന്താഗതിയാണ്. അതായത് നേഴ്സിംഗ് പഠിക്കുമ്പോൾ BSc നേഴ്സിംഗ് പഠിക്കണമെന്ന് ചിന്തിക്കും. BSc നേഴ്സിംഗ് കഴിഞ്ഞാൽ MSc നേഴ്സിംഗ് എങ്ങനെയെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന് നോക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ വികസിത രാജ്യങ്ങളിൽ നേഴ്സിംഗ് ജോലി ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടുന്ന കാര്യം ഹൗസ് ബിൽഡിംഗ് മാതിരിയുള്ള നേഴ്സിംഗ് ഡിപ്ലോമ കോഴ്സാണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. BSc നേഴ്സിംഗും MSc നേഴ്സിംഗും ഒക്കെ പഠിക്കുന്നത് ടീച്ചിങ്ങിലേക്ക് പോകുന്ന ആളുകളാണ്. അതായത് ഒരു നേഴ്സിംഗ് ടീച്ചറായി മാറാൻ വേണ്ടി അല്ലെങ്കിൽ നേഴ്സിംഗ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരായി മാറുന്ന ആളുകളാണ് പൊതുവെ BSc നേഴ്സിംഗ് MSc നേഴ്സിംഗ് ഒക്കെ അവിടെ പഠിക്കുന്നത്. അവർക്ക് ഈ ഡിപ്ലോമ പഠിച്ച നേഴ്സുമാരെക്കാളും ശമ്പളം കുറവായിട്ടാണ് ലഭിക്കുന്നത്. കാരണം ഡിപ്ലോമ ചെയ്ത നേഴ്സുമാരാണ് യഥാർത്ഥത്തിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നല്ല ശമ്പളവും ഉണ്ട്. കൂടാതെ അവർക്ക് ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൂടുതൽ വരുമാനം നേടാനുള്ള അവസരമുണ്ട്. അതേസമയത്ത് BSc നേഴ്സിംഗോ MSc നേഴ്സിംഗോ കഴിഞ്ഞ് ഒരു നേഴ്സിംഗ് ടീച്ചറായി മാറുന്ന ഒരാൾക്ക് അവർക്ക് ക്ലിപ്തമായിട്ടുള്ള ഒരു ശമ്പളം മാത്രമേ അവർക്ക് ലഭ്യമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ടീച്ചിങ് ഒരു കരിയറായി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പ്രൊഫഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് ഈ വികസിത രാജ്യങ്ങളിൽ ഇത്തരത്തിൽ BSc നേഴ്സിംഗ് MSc നേഴ്സിംഗ് എന്നൊക്കെയുള്ള പ്രോഗ്രാമിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ ഒരു സിനാരിയോ വെച്ചിട്ടാണ് നമ്മുടെ പേരൻസ് പലപ്പോഴും ഇത് BSc നേഴ്സിംഗ് ആണോ MSc നേഴ്സിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. കൂടാതെ നമുക്ക് ഗൾഫ് കൺട്രീസ് എന്നുള്ളൊരു സ്വാധീനമുണ്ട്. അതായത് ഗൾഫിലേക്ക് ജോലിക്ക് പോകുമ്പോൾ BSc നേഴ്സിംഗ് ആണോ അത് കൂടുതലാണെന്നൊക്കെയുള്ള അല്ലെങ്കിൽ കൂടിയ ഡിഗ്രി ആണെന്നുള്ള തോന്നലൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നേഴ്സിംഗ് ജോലി ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പ്രോഗ്രാം വളരെ ധാരാളമാണ്. ഈ പ്രോഗ്രാമിൽ കൂടിയാണ് കൂടുതൽ വരുമാനവും ശമ്പളവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. EduFlair, education driven by passion.